ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പുളിക്കനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ രണ്ടും കൽപ്പിച്ചിറങ്ങുന്നുണ്ട്. തന്നെയും വിക്രത്തിനെയും ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് വാസവൻ മാത്രമല്ല എന്നും അതിനു പിന്നിൽ മറ്റാരോ ഉണ്ടെന്നും ശ്രീനിവാസന് മനസ്സിലാകുന്നു. അങ്ങനെ പുളിക്കനെ തേടി പലയിടത്തും അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഒരു വിവരവും കിട്ടുന്നില്ല. ഇതേസമയം വാസവനാണെങ്കിലും ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. വിക്രമല്ല വരുണിനെ കൊന്നതെന്നും അതിൻ്റെ പിന്നിൽ മറ്റാരോ ആണെന്നും വാസവൻ്റെ മനസ്സിലും തോന്നുന്നു. തുടർന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ വാസവനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ വാസവൻ ചോദിക്കുന്നുണ്ട്, എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, താൻ അത് കേൾക്കണം. വരുണിനെ കൊത്തിയത് വിക്രമല്ല, എനിക്കും വിക്രത്തിനിടയിൽ വിക്രത്തിനിടയിൽ നിന്നുകൊണ്ട് മറ്റാരോ കരുക്കൾ നീക്കുന്നുണ്ട്. തന്നെ വെച്ച് വിക്രത്തെ കൊല്ലിക്കാനാണ് അവരുടെ പ്ലാൻ. താൻ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. ഞാൻ അവനെ അന്വേഷിക്കുന്നുണ്ട്. പുളിക്കൻ അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചവർ തന്നെ അവനെ ഒളിപ്പിച്ചിരിക്കുകയാണ്. അവനെ കിട്ടിക്കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ തനിക്ക് ഞാൻ മനസ്സിലാക്കി തരാം. എൻ്റെ കൂടെ നടന്ന് ഒറ്റിയനാണ് പുളിക്കൻ. അങ്ങനെയുള്ള ആള് കാശിന് വേണ്ടിയിട്ട് എന്ത് കള്ളത്തരം വേണമെങ്കിലും ചെയ്യുമെന്നെല്ലാം ശ്രീനിവാസൻ പറയുന്നത് കേട്ട് വാസവനാണെങ്കിൽ ഫോണ് കട്ട് ചെയ്യുന്നുണ്ട്. ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ നിൽക്കുകയാണ് കേട്ടോ വാസവൻ. തുടർന്ന് വരുണിൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് വരുണിൻ്റെ ഫോണൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിറയെ ദീപ്തിയുടെ ഫോട്ടോസും കാണുന്നുണ്ട്. ഇതേ സമയം തന്നെ വരുണും വിക്രവും ഒരുമിച്ച് നിൽക്കുന്ന അവർ ഒരുമിച്ചെടുത്തിട്ടുള്ള ഒരുപാട് ഫോട്ടോസും വാസവൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം തന്നെ വാസവൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്, വിക്രത്തിന് ഒരിക്കലും തൻ്റെ മകനെ കൊല്ലാനാവില്ല എന്നുള്ളൊരു സത്യം വാസവൻ ഇതേ സമയം തിരിച്ചറിയുന്നു. എന്നിട്ട് ദീപ്തിയെ വാസവൻ ഫോണിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അച്ഛാന്ന് ദീപ്തി ചോദിക്കുമ്പോൾ, വിക്രം എവിടെയുണ്ടെന്ന് മോൾക്കറിയാമോ എന്ന് ചോദിക്കുന്നതും ഇല്ല അച്ഛാ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ വാസവൻ പറയുന്നുണ്ട്, വിക്രത്തെ കൊല്ലാനോ പക തീർക്കാനോ അല്ല, എനിക്ക് അവനോട് സംസാരിക്കണം, ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വാസവൻ ഫോൺ കട്ട് ചെയ്യാണ്. തുടർന്ന് ദീപ്തിയും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ വാസവൻ വിളിച്ച കാര്യം വേദയെയും വിക്രത്തിനെയും അറിയിക്കുന്നുണ്ട് കേട്ടോ ദീപ്തി. വരുണിൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു, വിക്രം ചേട്ടൻ എവിടെയുണ്ടെന്ന് ചോദിച്ചു, എനിക്കറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ അറിയില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് വരുണിൻ്റെ അച്ഛന് വിക്രം ചേട്ടനോടുള്ള തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ ദീപ്തി. തൽക്കാലം വാസവൻ വിക്രത്തെ കാണണ്ട, യഥാർത്ഥ കുറ്റവാളിയെ വാസവൻ തിരിച്ചറിയണം, അതിനുശേഷം മതി വിക്രത്തെ കാണുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് വേദയും. പിന്നീട് വാസവനാണെങ്കിൽ കുത്തിയത് നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞ ആളുകളോടൊക്കെ ചോദിക്കുന്നുണ്ട്, വിക്രം തന്നെയാണോ വരുണിനെ കുത്തിയത് എന്നത്, നിങ്ങൾക്ക് അത് ഉറപ്പാണോ എന്ന് അവർ ചോദിക്കുമ്പോൾ, അതേ സാർ, ആ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ വലങ്കയായ പുളിക്കനെ വിക്രത്തെ തിരിച്ചറിഞ്ഞത്. വിക്രം എന്ന് വിളിച്ചപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയിട്ട് ഓടി എന്നെല്ലാം ആളുകൾ മൊഴി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് വിക്രത്തിൻ്റെ മുഖം നിങ്ങൾ കണ്ടോ എന്നാണ് എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ പരസ്പരം നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇല്ല സാർ, മുഖം കാണാൻ പറ്റില്ലായിരുന്നു, മുഖം ഫുള്ള് മൂടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വാസവൻ ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വിക്രമാണെന്ന് വിശ്വസിച്ച് വിക്രമാണ് വരുണിനെ കുത്തിയത് എന്ന് ഉറപ്പിച്ച് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്കത് ഉറപ്പാണ് സാറേ, ആ പുളിക്കനെ വിക്രത്തെ കണ്ടാൽ തിരിച്ചറിയാലോ, അതേ രൂപവും ഭാവവും ഒക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ വാസവൻ പറയുന്നുണ്ട്, മറ്റാരെങ്കിലും വരുണിനെ കുത്തുന്നത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ആ വിക്രത്തിൻ്റെ കൂട്ടുകാരൻ വർക്ക്ഷോപ്പിലുള്ള ജോസഫും അവിടെ ഉണ്ടായിരുന്നു, അവനും കണ്ടതാണ് എന്ന് പറയുമ്പോൾ വാസവൻ അവരോട് പറയുന്നുണ്ട്, എനിക്ക് അവനെ വേണം, ഇപ്പോൾ തന്നെ അവനെ എൻ്റെ കൺമുന്നിൽ എത്തിക്കണം എന്നെല്ലാം വാസവൻ അനുയായികളോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് വാസവൻ ഗുണ്ടകളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആ വിക്രത്തിൻ്റെ കൂട്ടുകാരൻ ജോസഫിനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം, എനിക്ക് അവനെ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ഷോപ്പിൽ പോയിട്ട് രാജേട്ടനും അനിയൻകുട്ടനും സജി എല്ലാവരും വീണ്ടും കട തുറക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അവിടേക്ക് വാസവൻ്റെ ഗുണ്ടകൾ എത്തുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും പിടിച്ചു മാറ്റിയിട്ട് ജോസഫിനെ വണ്ടിയിൽ കയറ്റി വാസവൻ്റെ അരികിൽ എത്തിക്കുന്നുണ്ട്. തുടർന്ന് വാസവൻ ജോസഫിനോട് ചോദിക്കുന്നുണ്ട്, വരുണിനെ കുത്താൻ നേരം നീയും അവിടെ ഉണ്ടായിരുന്നു, സത്യം പറ, എന്തിനാ വിക്രം വരുണിനെ കുത്തിയതെന്ന് പറയുമ്പോൾ ജോസഫ് പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, വിക്രമല്ല വരുണിനെ കുത്തിയത്, ആ പുളിക്കൻ മനഃപൂർവ്വം വിക്രത്തിൻ്റെ പേര് പറഞ്ഞതാണ്, ആരോ അയാളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതാണെന്നെല്ലാം പറയുമ്പോൾ വാസവൻ ചോദിക്കുന്നുണ്ട്, വിക്രത്തിനെ ഞാനല്ലാതെ മറ്റാർക്കാണ് എന്നേക്കാൾ ശത്രുത ഉള്ളത് എന്ന് പറയുമ്പോൾ ജോസഫ് പറയുന്നുണ്ട്, വിക്രത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു വേദയുടെ ഏട്ടൻ ശ്രീകാന്താണ്, വിക്രത്തെ ചതിക്കാനായിട്ട് അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും, വിക്രത്തിനോട് അരങ്ങാത്ത ദേഷ്യമുണ്ട് അയാൾക്ക്. വിക്രം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശ്രീകാന്തും വിക്രവും വേദയും തമ്മിൽ പിരിയാനായിട്ട് കാണിച്ചു കൂട്ടിയിട്ടുള്ള ഓരോ ചതികളെയും കുറിച്ച്
പുളിക്കനെ കൊണ്ട് വിക്രത്തിൻ്റെ പേര് പറയിപ്പിച്ചത് മറ്റാരോ ആണ്, വിക്രമല്ല. നിങ്ങളുടെ മകനെ കുറ്റിയത്. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക എന്ന് എല്ലാം ജോസഫ് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വാസവൻ പറയുന്നുണ്ട്, വിക്രമല്ല അത് ചെയ്തതെങ്കിൽ ഇനി എന്തിനു അവനെ ഒളിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ ജോസഫ് പറയുന്നുണ്ട്, ചെയ്യാത്ത കുറ്റം അവൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ചാൽ അവൻ എന്തു ചെയ്യും? പോലീസിന് കീഴടങ്ങണോ? ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കണോ? അല്ലെങ്കിൽ നിങ്ങളുടെ കൈ കൊണ്ട് അവൻ മരിക്കണമായിരുന്നോ? യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനാവോ വിക്രം മരിഞ്ഞിരിക്കുന്നത്? അല്ലാതെ നിങ്ങളെ പേടിച്ചിട്ടോ ഒന്നുമല്ല. വിക്രത്തിനൊരു ലക്ഷ്യമുണ്ട്. വരുണിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കുക. വിക്രം അത് കണ്ടുപിടിച്ചിരിക്കും. അതിനുശേഷം വിക്രം നിങ്ങളുടെ മുന്നിൽ വരും, അതെനിക്ക് ഉറപ്പാണ്. വരുണിനെ കുത്തുന്ന സമയം വിക്രം ക്ലബിലായിരുന്നു. അനിയൻകുട്ടൻ്റെയും രാജേട്ടൻ്റെയും കൂടെ അവിടെ ക്യാരം ബോർഡ് കളിക്കുകയായിരുന്നു. നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നെല്ലാം ജോസഫ് പറയുന്നത് കേട്ട് വാസവൻ്റെ മനസ്സിൽ ആ ഒരു സംശയം തോന്നിപ്പോകുന്നുണ്ട്. വിക്രമല്ലാതെ ചെയ്തതെന്ന് വരുത്തി തീർത്ത് ആരെങ്കിലും അവരവരുടെ കാര്യം സാധിക്കാനായിട്ട് ചെയ്ത കാര്യമായിരിക്കും എന്നെല്ലാം ആലോചിച്ച് പോകുന്നു. പെട്ടെന്ന് തന്നെ ശ്രീകാന്തിൻ്റെ മുഖം തന്നെയാണ് വാസുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. വിക്രത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അത് കഴിഞ്ഞാൽ പിന്നെ ശ്രീകാന്ത് തന്നെയാണ്. അപ്പോൾ പക്ഷേ ശ്രീകാന്ത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ തൊട്ടടുത്ത നിമിഷം വാസവൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. എന്തായാലും സത്യങ്ങൾ അറിയണമെന്ന് തന്നെ വാസവൻ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ശ്രീനിവാസിൻ്റെ ഗുണ്ടകൾ പുളിക്കനെ പിടികൂടുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വാസുവിൻ്റെ ഗുണ്ടകളും വരുന്നുണ്ട്. രണ്ട് ഗുണ്ട ടീമും തമ്മിൽ അവിടെ അടി കൂടുന്നുണ്ട്. അതിനിടയിൽ നിന്ന് പുളിക്കനെ വാസുവിൻ്റെ ഗുണ്ടകൾ ഇടിച്ചുകൊണ്ട് വാസുവിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ശേഷം ശ്രീനിവാസിൻ്റെ ഗുണ്ടകളാണെങ്കിൽ ശ്രീനിവാസിനെ വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പുളിക്കനെ കിട്ടിയതാണ്, പക്ഷേ വാസവൻ്റെ ഗുണ്ടകൾ വന്ന് പുളിക്കനെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ശ്രീനിവാസൻ പറയുന്നുണ്ട്, നിന്നെയൊക്കെ പിന്നെ എന്തിനു കൊള്ളാം, കയ്യിൽ കിട്ടിയിട്ട് എൻ്റെ അടുത്ത് എത്തിക്കാൻ നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ശ്രീനിവാസൻ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് വാസവൻ്റെ അരികിലേക്ക് പുളിക്കനെ കൊണ്ടെത്തിക്കുന്നുണ്ട്. വാസവനെ കാണുന്നതും പേടിച്ചു വിറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ പുളിക്കൻ. തുടർന്ന് വാസവൻ ചോദിക്കുന്നുണ്ട്, സത്യം പറയണം, എൻ്റെ മകനെ വരുണിനെ കുത്തിയത് വിക്രം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ സാർ, ഞാൻ കണ്ടതാണ്, വിക്രത്തിൻ്റെ പേര് വിളിച്ചപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയതാണ്, ഞാൻ എന്തിനാ സാറേ കള്ളം പറയുന്നത് എന്ന് പറയുമ്പോൾ വാസവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, വിക്രത്തിൻ്റെ മുഖം നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖം കണ്ടില്ല, അവൻ മുഖം മറച്ചിരുന്നു, പിന്നെ എങ്ങനെയാണ് നിനക്ക് അവനാണത് ചെയ്തതെന്ന് മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോൾ പുളിക്കൻ പറയുന്നുണ്ട്, സാർ അവൻ അതുപോലത്തെ ഷർട്ടുണ്ട്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറയുന്നത് കേട്ട് വാസവൻ പറയുന്നുണ്ട്, ഇതെനിക്ക് വിശ്വസിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ പുളിക്കൻ പറയുന്നുണ്ട്, അതെ സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാനെന്തിനാ കള്ളം പറയുന്നത്, എനിക്ക് വിക്രത്തിനോട് ഒരു ശത്രുതയില്ല, പിന്നെ എന്തിനു ഞാൻ കള്ളം പറയണം, ഞാൻ വിക്രത്തെ പേടിച്ചാണ് ആരുടെയും കണ്ണിൽ മുന്നിൽ വരാതെ ഒളിച്ചു കഴിയുന്നത്, അവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ കൊന്നുകളയുമെന്ന് എനിക്ക് പേടിയുണ്ട് സാർ എന്ന് പറയുമ്പോൾ വാസവൻ പറയുന്നുണ്ട്, നിന്നെ ആരും ഒന്നും ചെയ്യില്ല, വിക്രത്തിൻ്റെ കയ്യിൽ നിന്നെ കിട്ടില്ല, നിനക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് കേട്ട് പുളിക്കന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. എന്നെ തൊടാൻ ഇനി ആർക്കും കഴിയില്ല എന്നും വാസുവിൻ്റെ അരികിലേക്ക് വിക്രം ഒരിക്കലും എത്തില്ല എന്നും പുളിക്കൻ ഇതേ സമയം ചിന്തിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് നിനക്ക് ഇവിടെ കഴിയാം, ഭക്ഷണമെല്ലാം ഇവിടെ എത്തിക്കും, വിക്രത്തെ വകവരുത്തുന്നത് വരെ ഇനി എൻ്റെ സംരക്ഷണയിലായിരിക്കും നീ എന്നും പറഞ്ഞിട്ട് വാസുവൻ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ പുളിക്കൻ അവിടെ സന്തോഷത്തോടു കൂടിയിരിക്കുന്നുണ്ട് കേട്ടോ. തനിക്ക് ഇത്രയും സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം ഇനി കിട്ടാനില്ല എന്ന് പുളിക്കൻ ഇതേ സമയം ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വാസവനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വാസവൻ പറയുന്നുണ്ട്, വിക്രം തന്നെയാണ് എൻ്റെ മകനെ കുത്തിയത്, അതെനിക്ക് ഉറപ്പായി, ഇനി താനൊന്നും പറയണ്ട, അവനെ രക്ഷിക്കാൻ ശ്രമിക്കണ്ട, ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വാസവൻ. പിന്നീട് വാസവനെ പുളിക്കൻ കള്ളങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടെന്ന് ഇതേ സമയം ശ്രീനിവാസന് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ജോസഫ് ആണെങ്കിൽ വേദയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കേട്ടതിന് ശേഷം വേദ പറയുന്നുണ്ട്, ജോസഫ് പേടിക്കണ്ട, വിക്രം ഇപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ അടുത്താണല്ലോ, വിക്രത്തിന് ഒന്നും പറ്റാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശേഷം എന്താ വേദ കാര്യം എന്ന് വിക്രം ചോദിക്കുമ്പോൾ പുളിക്കനെ കിട്ടിയ കാര്യവും എല്ലാം വിക്രത്തിനോട് പറയുന്നുണ്ട് വേദ.
അപ്പോൾ വിക്രം പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അവനെ എൻ്റെ കയ്യിൽ കിട്ടിയ അവർ അവനെ കൊണ്ട് സത്യം പറയിക്കും, സാബുവിനെ കിടത്തിയതുപോലെ പുളിക്കനെ ഞാൻ കിടത്തു എന്നെല്ലാം പറയുമ്പോൾ വേദ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ട, എന്തായാലും ഇപ്പോൾ അവൻ വാസുവിൻ്റെ കയ്യിലുണ്ട്, പുളിക്കൻ ചിലപ്പോൾ അയാളുടെ സംരക്ഷണത്തിലായിരിക്കും, ഇനി അയാൾക്കൊന്നും പേടിക്കണ്ടല്ലോ എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഇനി അവനെ തേടി എങ്ങും അലയണ്ട, വാസുവിൻ്റെ അടുത്തുണ്ട്. വിക്രം എന്ന് പറയുമ്പോൾ വിക്രമാണെങ്കിൽ മനസ്സിലൊന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ, വാസുവിനെ ഒളിപ്പിച്ചിരിക്കുന്ന പുളിക്കൻ്റെ അരികിലേക്ക് പോകണം, അവനെ കൊണ്ട് സത്യങ്ങളൊക്കെ പറയിപ്പിക്കണം, യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടെത്തണം എന്നൊക്കെ വിക്രം മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. പിന്നീട് പുളിക്കനാണെങ്കിൽ ആരും കാണാതെ ഒരു ഫോൺ പുള്ളിക്കൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ, തന്നെ നിർത്തിയിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു ഫോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ ഫോൺ എടുത്തിട്ട് ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ രാത്രി ഉറങ്ങിക്കിടക്കുകയാണ്, ഫോണിൻ്റെ റിങ് കേട്ട് ആരാന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷയും ഉണരുന്നുണ്ട്, പരിചയമില്ലാത്ത നമ്പർ കണ്ടിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് നീ കിടന്നോ ഞാൻ ആരാണെന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹലോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പുളിക്കൻ മറുപടി പറയുന്നുണ്ട് സാർ ഇത് ഞാനാണ് പുളിക്കൻ എന്ന് പറയുന്നത് കേട്ട് അമ്പരപ്പോടെ ശ്രീകാന്ത് വർഷയെ നോക്കുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ റൂമിൽ നിന്നും ശ്രീകാന്ത് ഇറങ്ങി ബാൽക്കണിയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഉടനെ ചോദിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നു ഇത്രയും നാൾ, നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാമോ, നീ ഇപ്പോൾ എവിടെയാണ്, നിന്നെ എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയുമ്പോൾ പുളിക്കൻ പറയുന്നുണ്ട് സാർ ഞാൻ വിക്രത്തിൻ്റെ കയ്യിൽ പെടാതിരിക്കാൻ ഒളിച്ചിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ശ്രീനി സാർ എന്നെ കണ്ടുപിടിച്ചത്, അയാളുടെ ഗുണ്ടകൾ എന്നെ ശ്രീനി സാറിൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എല്ലാ സത്യങ്ങളും എന്നെ കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്നിട്ടിപ്പോൾ നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയട്ടെ സാർ, ഞാൻ ആരും അറിയാതെയാണ് സാറിനെ വിളിക്കുന്നത്, ഞാനിപ്പോൾ MLA വാസുവിൻ്റെ ഗോഡൗണിലുണ്ട് എന്ന് പറയുന്നത് കേട്ട് ഞെട്ടലോടുകൂടി ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയാണ് അവിടെ വന്നത് എന്ന് പറയുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പുളിക്കൻ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് കേട്ടോ. വിക്രം തന്നെയാണോ വരുണിനെ കുത്തിയത് എന്നൊക്കെ അയാൾക്ക് സംശയം ഉണ്ടായിരുന്നു. വിക്രം അല്ലായിരിക്കും ഇതൊന്നും ചെയ്തതെന്ന് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് എന്താ അയാൾക്ക് നിന്നോട് ചോദിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സാർ വിക്രം തന്നെയാണ് വരുണിനെ കുത്തിയതെന്ന്, തിരിച്ചും മറിച്ചും അയാൾ എന്നോട് ചോദിച്ചു, എന്നിട്ടും ഞാൻ സാറിൻ്റെ പേര് പറഞ്ഞില്ല, ഒരിക്കലും പറയില്ല സാർ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എൻ്റെ പേരെങ്ങാനും നീ ആ വാസവനോട് പറഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയാലോ, ഇതിനെല്ലാം കൂട്ടുനിന്ന് നിന്നെ ആ വാസവൻ വെറുതെ വിടില്ലടാ എന്ന് പറയുമ്പോൾ എനിക്കറിയാം സാർ, സാറാണ് എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിക്രത്തിൻ്റെ പേര് പറയിച്ചതെന്ന് ഞാൻ അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ തല്ലിച്ചതിക്കും, എന്നെയും വെറുതെ വിടില്ല, അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ സാറിൻ്റെ പേര് പറയാത്തത്, സാറ് പേടിക്കേണ്ട വിക്രമാണ് അത് ചെയ്തതെന്ന് വാസുവിനോട് ഞാൻ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടുണ്ട്, ഇനി പേടിക്കാനൊന്നുമില്ല, വിക്രത്തിന് ഒരിക്കലും എന്നെ പിടികൂടാനാവില്ല, കാരണം ഞാൻ വാസുവിൻ്റെ അരികിലാണ്, അവരുടെ സംരക്ഷണത്തിലാണ്, അതുകൊണ്ട് ഒരിക്കലും വിക്രം എന്നെ തേടി ഇവിടെ വരില്ല, വിക്രത്തിൻ്റെ അന്ത്യമാണെന്ന് അവന് നന്നായിട്ട് അറിയാം എന്നെല്ലാം പുളിക്കൻ പറയുന്നത് കേട്ട് ശ്രീകാന്ത് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് നീ അവിടെ നിൽക്കുന്നത് റിസ്ക് ആണ്, എന്നാലും ഇതിനൊരു അവസാനം കാണുന്നത് വരെ നീ അവിടെ തന്നെ നിന്നാൽ മതി, അതാണ് നല്ലത്, നിനക്ക് നല്ലതെന്ന് പറയുമ്പോൾ പുളിക്കൻ പറയുന്നുണ്ട് സാർ ഇങ്ങോട്ട് വിളിക്കണ്ട, ഇവിടെയുള്ള ഒരാളുടെ ഫോണിൽ ഞാൻ സാറിനെ വിളിച്ച് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു ഫോണുണ്ട് എന്ന് പറയുമ്പോൾ ഇനി ഞാൻ നിന്നെ വിളിക്കില്ല, അതുപോലെ ആരും കാണാതെ വിളിക്കാം, ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. തുടർന്ന് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ശ്രീകാന്ത്. പുളിക്കണിയിൽ നിന്നും ഒരിക്കലും വിക്രം ആരും സത്യങ്ങളൊന്നും മനസ്സിലാക്കില്ല എന്ന് ശ്രീകാന്ത് ആലോചിച്ചിങ്ങനെ സന്തോഷിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്തിനോട് സംസാരിച്ചതിന് ശേഷം പുളിക്കൻ ചെന്ന് വിടുന്നത് നേരെ വാസവൻ്റെ മുന്നിലേക്കാണ് കേട്ടോ. അപ്പോൾ പുളിക്കൻ ഫോണുമായിട്ട് നിൽക്കുന്നത് വാസവൻ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ പുളിക്കനാണെങ്കിൽ ഉടനെ തന്നെ ഫോൺ മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വാസവൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ കയ്യിൽ എന്താ ഫോൺ എന്ന് ചോദിക്കുമ്പോൾ സാർ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചതാണ്, വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഒരു സമാധാനവും ഇല്ല സാർ, എത്ര ദിവസമായി അവരെ കണ്ടിട്ട്, എന്നെ കാണാതെ അവർ വിഷമിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ വാസവൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് വിക്രത്തെ എൻ്റെ കയ്യിൽ കിട്ടും, എന്നിട്ട് പോലീസിന് ഞാൻ ഹാജരാവണം, അതോടെ എല്ലാം അവസാനിക്കും, നിന്നെ കൊല്ലാൻ ആരും വരില്ല, എന്നാൽ നീ പോയിക്കോ, ഇത്രയും പറഞ്ഞിട്ട് വാസവൻ സംശയത്തോടു കൂടി പുളിക്കനെ നോക്കുന്നുണ്ട്. നേരെ ഫോൺ അവിടെ വെച്ചിട്ട് പുളിക്കൻ അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ പുളിക്കനാണെങ്കിൽ ശ്രീകാന്തിനെ വിളിച്ച ആ നമ്പർ ഡിലീറ്റ് ചെയ്യാൻ മറക്കുന്നുണ്ട്. ഉടനെ തന്നെ വാസവൻ വന്നിട്ട് ആ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ പുളിക്കൻ വിളിച്ച നമ്പറുകളൊക്കെ ആ 2 നമ്പറും വാസവൻ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് വാസവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഗുണ്ടകളെ വിളിച്ചുണർത്തിയിട്ട് വാസവൻ പറയുന്നുണ്ട്, നിന്നെയൊക്കെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഇയാളുടെ കാര്യം നോക്കാനല്ലേ? എന്നിട്ട് കിടന്നുറങ്ങുന്നു. ആരെങ്കിലും വന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവരെ പിടിച്ചുകൊണ്ടുപോയി നിങ്ങൾ അറിയോ? ഇനി ഇത് ആവർത്തിക്കരുത്, മനസ്സിലായോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഗുണ്ടകളെ വിരട്ടുന്നുണ്ട് വാസവൻ. പിന്നീട് വാസവൻ ആ നമ്പർ വീണ്ടും എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വാസവൻ്റെ ഒരു സത്യം മനസ്സിലാകുന്നുണ്ട്. ഒന്ന് ശ്രീകാന്തിൻ്റെ നമ്പറാണെന്ന്, മറ്റൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇൻസ്പെക്ടർ സാബുവിൻ്റെ. ഇവർ തമ്മിൽ എന്താണ്, പുളിക്കനും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് അത്തരം ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ വാസവൻ. എന്തിനായിരിക്കും പുളിക്കൻ ഇവരെ രണ്ടുപേരെയും വിളിച്ചതെന്ന് വാസവൻ ചിന്തിക്കുന്നുണ്ട്. 3 മിനിറ്റാണ് സംസാരിച്ചിരിക്കുന്നത്. ഇത്രമാത്രം അവർ തമ്മിൽ സംസാരിക്കണം, എന്താണ് കാരണമെന്ന് വാസവൻ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ അവരെ വിളിക്കണമെങ്കിൽ അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് വാസവൻ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. ഉടനെ തന്നെ വാസവൻ ഡ്രൈവറോട് പറയുന്നുണ്ട്, വണ്ടി തിരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഗോഡൗണിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ ദേഷ്യത്തോടെ. എന്നിട്ട് വാസവൻ ആ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്പെക്ടർ സാബു ആണ് കേട്ടോ ഫോൺ എടുക്കുന്നത്. അപ്പോൾ ശബ്ദം കേട്ട് വാസവൻ ചോദിക്കുന്നുണ്ട്, ഹലോ നിങ്ങളാരാന്ന് ചോദിക്കുമ്പോൾ സാബു പറയുന്നുണ്ട്, ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാനാണെന്നോ, ഞാൻ ഇൻസ്പെക്ടർ സാബു, ആരാ നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ വാസവന് വേണമെങ്കിൽ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യാണ്. തിരിച്ച് ഗോഡൗണിലേക്ക് തന്നെ എത്തുന്നു. പുളിക്കിൻ്റെ അരികിലേക്ക് ദേഷ്യത്തോട് ചെല്ലുന്നുണ്ട്. തുടർന്ന് ആ ഫോൺ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ പുളിക്കിനെ. ഇതിലേക്ക് നീ 2 കോണുകൾ വിളിച്ചിട്ടുണ്ട്, ഒന്ന് ശ്രീകാന്തിനെയും മറ്റൊന്ന് ഇൻസ്പെക്ടർ സാബുവിനെയും. എന്തിനാ നീ ഇപ്പോൾ അവരെ വിളിച്ചത്? അവരും നീയും തമ്മിൽ എന്താ ബന്ധം? പറയടാ എന്ന് ചോദിക്കുമ്പോൾ പുളിക്കനാണെങ്കിൽ പേടിച്ച് വിറച്ച് പറയുന്നുണ്ട്, അത് സാർ പറയാനല്ലേ പറഞ്ഞത്. എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ പുളിക്കൻ. ഉടനെ തന്നെ പുളിക്കൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കിക്കൊണ്ട് വാസവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, പറയാതെ നിന്റെ കഴുത്തിൽ നിന്നും ഞാൻ കൈയെടുക്കില്ല, ഞെക്കി കൊന്നു കളയും നിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ശ്വാസം മുട്ടിക്കാൻ നോക്കുമ്പോൾ പേടിച്ചു വിറച്ചുകൊണ്ട് പുളിക്കൻ വാസവനോട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം സാർ, എന്നെ ഒന്നും ചെയ്യരുത്, വിക്രമല്ല വരുണിനെ കുത്തിയത് എന്ന് പറയുമ്പോൾ വാസവൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ആരാ പറയടാ എന്ന് ചോദിക്കുമ്പോൾ പുളിക്കൻ പറയുന്നുണ്ട്, അത് ഇൻസ്പെക്ടർ സാബു ആണ് അത് ചെയ്യിച്ചത്, ശ്രീകാന്തും ആണ് അതിന് പുറകിൽ കളിച്ചിരിക്കുന്നത്, ശ്രീകാന്താണ് എന്നെക്കൊണ്ട് വിക്രത്തിൻ്റെ പേര് പറയിപ്പിച്ചത്, ഇതിൻ്റെ പിന്നിൽ കളിച്ചത് മുഴുവൻ ശ്രീകാന്താണ്, വിക്രത്തിനൊന്നും അറിയില്ല, വിക്രം നിരപരാധിയാണ് എന്ന് പുളിക്കൻ പറയുന്നത് കേട്ട് വാസവൻ്റെ സമനില തെറ്റി പോവാണ് കേട്ടോ. തുടർന്ന് ദേഷ്യം സഹിക്കാൻ കഴിയാതെ അയാൾ പുളിക്കനെ തല്ലി ചതയ്ക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് അവൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ പുളിക്കൻ പറയുന്നുണ്ട്, സാറിൻ്റെ മകനും ശ്രീകാന്തിൻ്റെ അനിയത്തിയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിട്ട് അവർ തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ സാബുവിനെ കൊണ്ടാണ് കുത്തിച്ചത്. എന്നിട്ട് വിക്രത്തെ കൊടുക്കാനായിട്ട് എന്നെ കൊണ്ട് വിക്രത്തിൻ്റെ പേര് പറയിച്ചു. ശ്രീകാന്ത് തന്നെയാണ് എല്ലാത്തിനും പിന്നിൽ, വിക്രത്തിന് ഇതിലൊരു പങ്കും ഇല്ല എന്ന് പറയുമ്പോൾ ദേഷ്യൻ അടക്കാനാവാതെ പുളിക്കനെ ഗുണ്ടകളെ കൊണ്ട് തല്ലിക്കുന്നുണ്ട് കേട്ടോ വാസവൻ. അവൻ്റെ ജീവൻ മാത്രം ബാക്കി വെച്ചിട്ട് തല്ലിച്ചതിക്കവനെ കൈയും കാലും അടിച്ചൊടിച്ച് ഒരിക്കലും അവൻ ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റാതിരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഗുണ്ടകളെല്ലാവരും ചേർന്ന് പുളിക്കനെ തല്ലിച്ചതിക്കുന്നുണ്ട് കേട്ടോ. വിക്രം തല്ലിച്ചതച്ച് കൈയും കാലും സാബുവിൻ്റെ അടിച്ചൊടിച്ചതുപോലെ പുളിക്കനെയും അതുപോലെ ചെയ്യുന്നുണ്ട്, ജീവൻ മാത്രം ബാക്കി വെച്ചിട്ട്. പിന്നീട് പുളിക്കനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും പറയിപ്പിക്കാനായിട്ട് ഗോഡൗണിലേക്ക് വന്നുകൊണ്ടിരുന്ന വിക്രമാണെങ്കിൽ പുളിക്കനെ വാസവൻ തല്ലിച്ചതയ്ക്കുന്നതും അയാളെ കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിക്കുന്നതെല്ലാം വിക്രം ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രവും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നു. ശ്രീകാന്താണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വിക്രം നേരെ വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദിയോട് പറയുന്നുണ്ട്, എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു, പുളിക്കൻ്റെ നാവിൽ നിന്ന് തന്നെ, എൻ്റെ ചെവി കൊണ്ട് ഞാൻ എല്ലാം കേട്ടു എന്ന് പറയുമ്പോൾ വേദിയാണെങ്കിൽ അമ്പരപ്പോടുകൂടി വിക്രത്തിൻ്റെ അരികിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് സത്യങ്ങൾ അറിഞ്ഞു എന്ന് വിക്രം പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാനും നീയും അന്വേഷിച്ചു നടന്ന ആ കൊലയാളി വരുണിനെ കൊത്തിയത് ആരാണെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് കേട്ട് വേദ അമ്പരപ്പോടെ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് വരുണിനെ കൊത്തിയത് എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇൻസ്പെക്ടർ സാബു ആണ്, അത് ചെയ്യിച്ചത് ആരാണെന്ന് അറിയാമോ, നിൻ്റെ ചേട്ടൻ ശ്രീകാന്ത് എന്ന് പറയുന്നത് കേട്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തെറിച്ച് നിന്ന് പോവാണ് കേട്ടോ വേദ ഒരു നിമിഷം. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രീയേട്ടനോ എന്തിനെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ദീപ്തിയും വരുണും ഒന്നിക്കാതിരിക്കാൻ, വാസവനെ കൊണ്ട് എന്നെ കൊല്ലിക്കാൻ, അതായിരുന്നു നിൻ്റെ ചേട്ടൻ്റെ ലക്ഷ്യം എന്നും വിക്രം പറയുന്നുണ്ട്. ഞാൻ ആ വാസവൻ്റെ ഗോഡൗണിൽ പോയിരുന്നു, പുളിക്കിനെ കൊണ്ട് സത്യങ്ങളെല്ലാം പറയിപ്പിക്കാൻ. അപ്പോഴാണ് വാസവനോട്
പുളിക്കൻ എല്ലാം പറയുന്നത് ഞാൻ കേട്ടത്. പുളിക്കനെ തല്ലിച്ചതച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. അയാൾ മരിച്ചിട്ടില്ല. പക്ഷേ വാസവൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. നിന്റെ ചേട്ടനാണ് അതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് പറയുന്നത് കേട്ട് വേദയാണെങ്കിൽ ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ. ആ വാസവൻ ശ്രീയേട്ടനുള്ള ശിക്ഷ കൊടുക്കും. അതുപോലെ തന്നെ വരുണിനെ കുത്തിയതിന് ഇൻസ്പെക്ടർ സാബുവിനും അതിനുള്ള ശിക്ഷ വാസവൻ കൊടുക്കാതിരിക്കില്ല. പക്ഷേ അയാൾ അറിയാതെയാണെങ്കിലും അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് വിക്രം സാബുവിന് കൊടുത്തത്. അത് പോരായിരുന്നു എന്നും വേദ പറയുന്നുണ്ട് കേട്ടോ. എനിക്കിതെല്ലാം കേട്ടിട്ട് വിശ്വസിക്കാനാവുന്നില്ല വിക്രം. എന്നാലും ഇങ്ങനെ ഒരു ചതി അയാൾ ചെയ്തല്ലോ. അയാൾ എൻ്റെ ചേട്ടനല്ല, ദുഷ്ടനാണ് എന്നെല്ലാം പറഞ്ഞ് അവരിങ്ങനെ വേദവും വിക്രവും ശ്രീകാന്തിൻ്റെ ചതികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പുളിക്കനെയും സാബുവിനെ അഡ്മിറ്റ് ചെയ്തതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിവരം കേട്ടറിഞ്ഞ പോലീസ് അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരാ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വിക്രമല്ല എന്നെല്ലാം പുളിക്കൻ പറയുന്നതും അത് കേട്ട് ഇൻസ്പെക്ടറിന് ദേഷ്യം വരുന്നുണ്ട്. ഇത് തന്നെയാണ് ആ സാബുവും പറയുന്നത്, ഒന്നും അറിയില്ല, ആരാണ് അറിയില്ല എന്നൊക്കെ. നീയൊക്കെ എന്തിനാ വിക്രത്തെ ഇങ്ങനെ പേടിക്കുന്നത്? അവൻ ആരാ ഇവിടുത്തെ ഗുണ്ടാ നേതാവോ? നിങ്ങളൊക്കെ തന്നെയാണ് അവനെ വളർത്തുന്നത് എന്ന് പറയുമ്പോൾ പുളിക്കൻ പറയുന്നുണ്ട്, വിക്രമല്ല, ആരാണെന്ന് എനിക്കറിയില്ല, എന്നോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പുളിക്കൻ കിടന്ന് അലറി നിലവിളിക്കുന്നുണ്ട് വേദന കൊണ്ട്. തുടർന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, നീ അവനെ പേടിച്ച് മൊഴി എങ്ങാനും മാറ്റി പറയൂ എന്ന് പറയുമ്പോൾ പുളിക്കൻ ഉടനെ പറയുന്നുണ്ട്, വിക്രമല്ല വരുണനെ കുത്തിയത്, ഞാനന്ന് വെറുതെ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ഞെട്ടലോടുകൂടി ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, എന്താ നീ പറഞ്ഞത്? വിക്രം അല്ലെന്നോ? പിന്നെ ആരാടാ എന്ന് ചോദിക്കുമ്പോൾ പുളിക്കൻ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല സാർ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആദ്യം ചെയ്തത് ആരായാലും അയാൾക്ക് പണി കിട്ടാതിരിക്കില്ല. അതൊരിക്കലും വിക്രമല്ല ചെയ്തത്, എന്നോടൊന്നും ചോദിക്കരുത് സാർ എന്ന് പറയുമ്പോൾ പോലീസാണെങ്കിൽ ദേഷ്യത്തോടെ അവിടെ നിന്നും പോവാണ്. പിന്നീട് ഇൻസ്പെക്ടർ ശ്രീകാന്തിനെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആ പുളിക്കൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഞാൻ അയാളെ പോയി കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ഇൻസ്പെക്ടറിനോട് ചോദിക്കുന്നുണ്ട്, പുളിക്കൻ ഹോസ്പിറ്റലിലാണെന്നോ, എന്താ അയാൾക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ആ സാബ് കിടക്കുന്നില്ലേ, അതിനേക്കാൾ ദയനീയമാണ് ഇപ്പോൾ പുളിക്കൻ്റെ അവസ്ഥ, അയാൾക്ക് ഇനി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല, അങ്ങനെയാണ് പെരുമാറിക്കുന്നതെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ആരാ ഇത് ചെയ്തത്? ആ വിക്രം ആയിരിക്കും, അത് ഉറപ്പാണ്. വരുണിനെ കുത്തിയത് ആരാണെന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അത് ഞാൻ ചോദിച്ചു, പക്ഷേ അയാൾ പറയുന്നത് വിക്രമല്ല അത് ചെയ്തതെന്നാണ് എന്ന് പറയുമ്പോൾ പേടിയോടുകൂടി ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, പിന്നെ ആരാണെന്ന് തന്നെ അവൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അത് അവനെ പറയാൻ പറ്റില്ലെന്ന്, പറഞ്ഞ് അവൻ്റെ ജീവൻ എടുക്കുമെന്നാണ് പറയുന്നത്. ആ വിക്രം തന്നെ അവനെ ഇങ്ങനെ തല്ലി ചതപ്പിച്ച് അവനെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചതായിരിക്കാം എന്നെല്ലാം ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ. വിക്രമല്ല വരുണിനെ കുത്തിയതെന്ന് അവന് പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഇനി എങ്ങനെയാണ് വിക്രത്തെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്? അയാൾ പേര് മാറ്റി മൊഴി മാറ്റി പറഞ്ഞില്ലേ, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല, അന്വേഷണം ഒന്നേന്ന് തുടങ്ങണം, ഞങ്ങൾക്ക് ആണ് മെനക്കേട്, ആ വിക്രത്തെ വെറുതെ വിടില്ല എന്നെല്ലാം ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ. ആ MLA വാസവൻ അയാൾ വെറുതെ വിടില്ല, ആ വിക്രത്തെ ആരെ വെറുതെ വിട്ടാലും. എന്നാൽ ശരി സർ, ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് സമാധാനിക്കുന്നുണ്ട്, തൻ്റെ പേര് എന്തായാലും പുളിക്കൻ പറഞ്ഞില്ലല്ലോ എന്നതുകൊണ്ട് തന്നെ ശ്രീകാന്തിന് വല്ലാത്ത ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം പേടിയും. എന്തായാലും വിവരങ്ങൾ അറിയാനായിട്ട് പുളിക്കനെ പോയി കാണാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് ചന്ദ്രശേഖരനെ വിളിച്ച് പുളിക്കൻ ഹോസ്പിറ്റലാണെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരനും പറയുന്നുണ്ട്, ഇത് വല്ലാത്ത ചതിയായി പോയല്ലോ ശ്രീകാന്തേ, വരുണിനെ കുത്തിയവന് വിക്രത്തിനെതിരെ മൊഴി പറഞ്ഞവൻ ഇപ്പോൾ കിടപ്പിലായി, ഇനിയുള്ളത് ഞാനും നീയും മാത്രമാണ്, നമ്മൾ പിടിപ്പിക്കപ്പെടുന്നതിന് മുൻപേ ആ വിക്രത്തെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം ശ്രീകാന്തി, അല്ലെങ്കിൽ ആ വാസവൻ എല്ലാ സത്യങ്ങളും അറിയും, അതിനി അധികം താമസമില്ല, എത്രയും പെട്ടെന്ന് അവനെ അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും, എന്തായാലും നമുക്ക് പുളിക്കനെ ഒന്ന് കാണാം. അങ്ങനെ രണ്ടുപേരും കൂടി പുളിക്കനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വേദയെ കാണാതെ ശ്രീകാന്തിൻ്റെ കാറിൽ വിക്രം പോയി ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രശേഖരനെ ശ്രീകാന്ത് പുളിക്കനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രം ആണെങ്കിൽ അകത്തിരിക്കുന്നുണ്ട്. തുടർന്ന് വിക്രം സീറ്റിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ വിക്രം മുന്നിലേക്ക് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അന്നേരം ശ്രീകാന്തും ചന്ദ്രശേഖരനും ആണെങ്കിൽ വിക്രത്തെ കണ്ണാടിയിലൂടെ കണ്ട് ഇങ്ങനെ ഞെട്ടിത്തെരിഞ്ഞ് അവരിങ്ങനെ നോക്കുന്നുണ്ട്.
തുടർന്ന് വിക്രമാണെങ്കിൽ ദേഷ്യത്തോടു കൂടി വിക്രത്തിൻ്റെ 2 കൈകൾ കൊണ്ട് അവരുടെ കഴുത്തിൽ ഞെക്കി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ആ കാറിനുള്ളിൽ വെച്ച് അവർ രണ്ടുപേരെയും തല്ലി ചതയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടികൊണ്ട് വായ് പൊത്തി പിടിച്ച് കൈയും കാലും തല്ലി ഒടിക്കുന്നുണ്ട്. ഇതേ സമയം അവിടേക്ക് വാസവൻ്റെ ഗുണ്ടകളും വരുന്നുണ്ട്. അപ്പോൾ വിക്രമാണെങ്കിൽ അവരെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണാടിയിലൂടെ വാസവനാണെങ്കിൽ വിക്രത്തെയും കാണുന്നു. അവരെ രണ്ടുപേരെയും തല്ലി ചതയ്ക്കുന്ന രംഗങ്ങളും ഒക്കെ ഉണ്ട്. വാസവനാണെങ്കിൽ നേരെ ശ്രീകാന്തിൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട്. വിക്രം ആണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് വാസവൻ വിക്രത്തിനോട് പറയുന്നുണ്ട്, ഇവരെ രണ്ടുപേരെയും എനിക്ക് വേണം. എൻ്റെ മകനെ ഇവരാണ് കൊല്ലിച്ചത്. ഈ 2 എനിക്ക് വേണം വിക്രം എന്ന് പറയുമ്പോൾ വിക്രമാണെങ്കിൽ വാസവനെ നോക്കുന്നുണ്ട്. എല്ലാ സത്യങ്ങളും വാസവൻ മനസ്സിലാക്കി എന്നുള്ള കാര്യം വിക്രത്തിന് തോന്നുന്നുണ്ട് കേട്ടോ. തുടർന്ന് വാസവനും അവർക്കിട്ട് അടി കൊടുക്കുന്നുണ്ട്. ഇവരെ കൊല്ലരുത്, നിയമത്തിന് മുൻപിൽ ഇവരെ ഹാജരാക്കണം. വരുൺ മരിക്കാൻ കാരണം ഇവരാണെന്ന് എല്ലാവരും അറിയണം. വരുണിന് നീതി കിട്ടണം. സത്യം എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തണം. അല്ലാതെ വരുണിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല എന്ന് പറയുമ്പോൾ വാസവനാണെങ്കിൽ ഒരു നിമിഷം വിക്രത്തെ നോക്കുന്നുണ്ട്. എന്നിട്ട് വാസവൻ വിക്രത്തിനോട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചു. എല്ലാത്തിനും മാപ്പ് നീ ഒരിക്കലും തരണം. നിന്നെ ഞാൻ ഇനി ഒരിക്കലും ശല്യം ചെയ്യില്ല. നിൻ്റെ വീട്ടുകാരോട് ഞാൻ ചെയ്ത തെറ്റിന് എല്ലാത്തിനും മാപ്പ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ശ്രീകാന്തും ചന്ദ്രശേഖരനും ആണെങ്കിൽ തല്ലുകൊണ്ട് അവിടെ ബോധം കെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ വരുൺ മരിക്കാൻ കാരണം ഇവരാണെന്ന് എല്ലാവരും അറിയണം. വരുണിൻ്റെ നീതി കിട്ടണം. സത്യം എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തണം. അല്ലാതെ വരുണിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് വാസവനാണെങ്കിൽ വിക്രത്തെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ വിക്രമാണെങ്കിലും വാസവനെ നോക്കി ചിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും അവരുടെ പ്രതികാരം തീർത്തതിൻ്റെ സന്തോഷം രണ്ടുപേരുടെയും മുഖത്തെ പ്രകടമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തിനും ചന്ദ്രശേഖരനും വാസവനും വിക്രമും അർഹിക്കുന്ന ശിക്ഷ തന്നെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടുപേരെയും ജയിലിലേക്ക് പറഞ്ഞു വിടാനായിട്ട് വേദ കേസ് നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിയമ പോരാട്ടത്തിനായിട്ട് ഇറങ്ങുന്നു. എല്ലാവരുടെയും മുന്നിൽ അവർ കുറ്റക്കാരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയെല്ലാം ശുഭമായിട്ട് അവസാനിച്ചതിന് ശേഷം വേദയ വിക്രമിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്